ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ ജയിലിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെയും യുവമോർച്ചയുടെയും പ്രതിഷേധം സമാനമായ രീതിയിൽ നേരത്തെ നമ്മൾ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കിയപ്പോൾ ജില്ലാ ആശുപത്രിയിൽ കണ്ട അതേപോലത്തെ പ്രതിഷേധം അവിടെ ഇപ്പോഴും തുടരുകയാണ്. ഷിജോ കുര്യനാണ് വിശദാംശങ്ങൾ നൽകി പോകുന്നത്. അങ്ങനെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA ഇതാ ജയിലറുകളിലേക്ക് പോയിരിക്കുന്നു. കേസിൽ നിന്ന് തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം വളരെ വേഗത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകുന്നു. വലിയ ഹീറോയിക് പരിവേഷം ലഭിക്കുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. പിന്നീട് അങ്ങോട്ട് രാഹുൽ മാങ്കുട്ടത്തിന്റെ വീഴ്ച പരമ്പരകളാണ്. ആദ്യത്തെ കേസിൽ ആരോപണം വന്നപ്പോൾ പരാതി എവിടെ, ഹൂ കേസ് എന്ന പുച്ഛഭാവത്തോടെ മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും നേരിട്ട് രാഹുൽ മാങ്കുട്ടത്തിൽ പരാതി എത്തിയതിന് പിന്നാലെ പൊടി പോലും കാണാത്ത രീതിയിലാണ് മുങ്ങിയത്. പിന്നീട് മുൻകൂർ ജാമ്യവും ഈ പറഞ്ഞ നോട്ട് ടു അറസ്റ്റും സ്വന്തമാക്കിയതിനു ശേഷം മാത്രം തദ്ദേശ തെരഞ്ഞെടുപ്പ് ദിനം പൊങ്ങിയ രാഹുൽ മാങ്കുട്ടത്തിൽ പിന്നീട് സജീവമായ മണ്ഡലത്തിൽ സജീവമാകും നമ്മൾ കണ്ടു. ചോദ്യങ്ങളോട് പുച്ഛം, ചിരി, കോൺഫിഡൻസ്. പക്ഷെ ഇപ്പോൾ ഇതൊന്നുമില്ലാതെ തുടക്കത്തിൽ നമ്മൾ കണ്ട ചിരിയുടെ കോൺഫിഡൻസ് പുറത്തു മാത്രം, ഉള്ളിൽ അതില്ലെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ MLA അഴിക്കുള്ളിലേക്ക് പോയിരിക്കുന്നു. അഴിക്കുള്ളിലേക്ക് പോകുന്നു. 14 ദിവസത്തേക്കാണ് റിമാൻഡ്. 2 ദിവസം കൊണ്ട് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കാരണം ഇന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ വലിയ രീതിയിലുള്ള സഹകരണം രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗത്തുണ്ടായില്ല. തെറ്റ് ചെയ്തില്ല എന്ന് ആവർത്തിക്കുന്ന കോൺഫിഡൻസുള്ള രാഹുൽ മാങ്കുട്ടത്തിൽ MLA സ്വന്തം മൊബൈൽ ഫോണിന്റെ പാറ്റേൺ പോലും അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയിട്ടില്ല. അതിനും അപ്പുറത്തേക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരുപാട് എവിഡൻസ് ഉള്ള കേസാണ്, സയന്റിഫിക് എവിഡൻസ് ഉള്ള കേസാണ്. അതുകൊണ്ട് തന്നെ DNA സാമ്പിളുകളടക്കം ഇപ്പോൾ പോലീസ് എടുത്തിട്ടുണ്ട്. അതായത് മറ്റു കേസുകളിൽ ഇതിന് സമാനമായ രീതിയിൽ തന്നെ കുരുക്കുമുറുകും, മറ്റു കേസുകളില്ലാത്ത രീതിയിൽ കൂടുതൽ സയന്റിഫിക് എവിഡൻസ് കൂടിയുള്ള കേസാണ്. ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് വീഡിയോ കോൾ ത്രൂ പോലീസിന് ലഭിച്ച കേസാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് ബലത്തിൽ ഈ ഒരു അറസ്റ്റിലേക്ക് പോകുന്നു, റിമാൻഡിലേക്ക് കടക്കുന്നു. വരും ദിവസങ്ങളിൽ തന്നെ അതിജീവിത നേരിട്ട് മൊഴി നൽകും. എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിൽ MLA ബലാത്സംഗ കേസിൽ ഈ പറയുന്ന മാവേലിക്കര സ്പെഷ്യൽ ജയിലിൽ അഴിക്കുള്ളിലേക്ക് പോകുന്നു. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണോ? വീണ്ടും പോയി ഈ നാടിനകത്തെ ജനങ്ങളെയാകെ പറ്റിച്ച് ഇപ്പൊ ഇതാ പോലീസിന്റെ പിടിയിലായി നാണം കെട്ട് ജയിലിനകത്തേക്ക് പോകുന്ന ഒരവസ്ഥ വന്നപ്പോഴെങ്കിലും മിസ്റ്റർ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന പീഡനവീര, നിങ്ങൾ രാജിവെക്കണം. രാജിവെക്കുന്നിടം വരെയും ഡിവൈഎഫ്ഐ പ്രതിഷേധമായി മുമ്പോട്ട് വരുമെന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ടുള്ളത്. നിങ്ങൾ ഞങ്ങളുടെ പൊതിച്ചോറിനെ ആക്ഷേപിച്ചു. ഞങ്ങൾ ദൈനംദിനമായി മെഡിക്കൽ കോളേജുകളിൽ കൊടുക്കുന്ന പൊതിച്ചോറിന്റെ എത്രയോ ആയിരക്കണക്കിന് പൊതിച്ചോറുകളാണ് ഡിവൈഎഫ്ഐ ദൈനംദിനമായി ഈ കേരളത്തിനകത്തുള്ള അങ്ങോളം ഇങ്ങോളമുള്ള മെഡിക്കൽ കോളേജുകൾ വിതരണം ചെയ്യുന്നത്. ആ മെഡിക്കൽ കോളേജുകൾ വിതരണം ചെയ്തിട്ടുള്ള പൊതിച്ചോറിൽ ഒരു 10 എണ്ണമെങ്കിലും നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന MLAക്കോ കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഈ കേരളത്തിനകത്തുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടണം. അങ്ങനെ ഡിവൈഎഫ്ഐ ആ നിലയിൽ പ്രവർത്തനമായി മുമ്പോട്ട് പോകുമ്പോ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല രാഹുൽ മാങ്കുട്ടം, ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കോൺഗ്രസ്. നിങ്ങൾ ഈ നാടിനകത്ത് ദുരിതമുണ്ടായപ്പോ, വയനാട് ദുരിതമുണ്ടായപ്പോൾ ഈ ലോകത്താകെ പിരിച്ചുപിടിച്ചു. ആ പിരിച്ചുപിടിച്ച് 100 വീടും 30 വീടും അങ്ങേയറ്റത്തെ വീടും നിങ്ങൾ വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എവിടെ വീട്? കഴിഞ്ഞ ദിവസം നിങ്ങൾ തറക്കല്ലിടാമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഈ പറയുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ജയിലിന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ട്. രാഷ്ട്രീയ എതിരാളികൾക്ക് ധാർമ്മികതയുടെ പാഠം ചൊല്ലിപ്പഠിപ്പിച്ചു കൊടുത്ത രാഹുൽ മാങ്കുട്ടത്തിൽ ധാർമ്മികത മുൻനിർത്തി MLA സ്ഥാനം രാജിവെക്കുമോ? MLA സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി രാഹുൽ മാങ്കുട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ യോഗ്യതയുണ്ടോ എന്ന ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരികയാണ്. കോൺസിക്യൂട്ടീവായി 1 അല്ല 2 അല്ല 3 ബലാത്സംഗ കേസുകൾ ഒരേ സമയത്ത് വന്ന പ്രതിയാണ് രാഹുൽ മാങ്കുട്ടത്തിൽ. അതും 3 കേസുകൾക്കും ഒരേ സ്വഭാവം, ഒരേ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഒരേ ബ്രൂട്ടാലിറ്റി. അത്രത്തോളം ക്രൂരമായ 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കുട്ടത്തിൽ MLA 3ാമത്തെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ ജയിലറുകളിലേക്ക് പോകുന്നു, അഴിക്കുള്ളിലേക്ക് പോകുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.